നമസ്കാരം. ജസ്റ്റിസ് ഒമാൽക്കം എഴുതിയ ഓട്ടം നിർത്തു ആകർഷിക്കാൻ തുടങ്ങൂ എന്ന പുസ്തകത്തിലെ ചില പ്രധാന ആശയങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത്. ഒരുപക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ രഹസ്യമാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു കാര്യത്തിനു വേണ്ടി ഭയങ്കരമായി ആഗ്രഹിച്ച് അതിന്റെ പുറകെ അങ്ങ് ഓടുമ്പോൾ അത് നമ്മളിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകന്നു പോകുന്ന പോലെ. ശരിക്കും പറഞ്ഞാൽ കയ്യിലൊരുപിടി മണലെടുക്കുന്നത് പോലെയാണ്. നമ്മൾ എത്ര മുറുക്കി പിടിക്കാൻ നോക്കുന്നോ അത്രയും വേഗത്തിൽ അത് വിരലുകൾക്കിടയിലൂടെ ചോർന്നുപോകും, അല്ലേ? എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? ഈ സ്ലൈഡിൽ കാണുന്നതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടിസ്ഥാനപരമായ മാറ്റം. അതായത്, എനിക്കിത് ഇല്ല എന്ന ചിന്തയിൽ നിന്ന് എനിക്ക് ഒരുപാടുണ്ട് എന്ന സമൃദ്ധിയുടെ ചിന്തയിലേക്കുള്ള ഒരു വലിയ ഷിഫ്റ്റ്. നമ്മുടെ ഫോക്കസ് ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറ്റി നമുക്ക് നിലവിലുള്ള അനുഗ്രഹങ്ങളിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടിസ്ഥാന പ്രശ്നത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഓട്ടം എന്നതിലെ ഒരു വിരോധാഭാസമുണ്ട്. നമുക്ക് വേണ്ടത് നേടാൻ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഈ രീതി എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് തന്നെ പാരയാകുന്നത് എന്ന് നോക്കാം. നമ്മൾ ഒന്നിന്റെ പിന്നാലെ ഓടുമ്പോൾ നമ്മൾ അറിയാതെ പ്രപഞ്ചത്തിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. എന്താണെന്നോ സിഗ്നൽ? എന്റെ കയ്യിൽ ഇത് ഇല്ല എന്നൊരു സിഗ്നൽ. അപ്പോൾ നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ആ കുറവിലായിരിക്കും. പ്രപഞ്ചമെന്ന് പറയുന്നത് ഒരു വലിയ കണ്ണാടി പോലെയാണ്. നമ്മൾ എന്ത് ഊർജ്ജമാണോ അങ്ങോട്ട് കൊടുക്കുന്നത് അത് അതേപോലെ ഇങ്ങോട്ട് പ്രതിഫലിപ്പിക്കും. അത്രയുള്ളൂ. ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നത് വളരെ ശക്തമായൊരു ബദലാണ്. അതായത്, ഓടുന്ന ഒരാളാകുന്നതിന് പകരം നിങ്ങൾ ശക്തമായൊരു കാന്തമായി മാറണം. ഇത് നമ്മളെ ഈ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്: ആകർഷണത്തിന്റെ നിയമം. ഇത് മനസ്സിലാക്കിയാൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരും. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നാം ഇതൊരു മാജിക്കോ അന്ധവിശ്വാസമോ ഒക്കെയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഗുരുത്വാകർഷണം, അതായത് ഗ്രാവിറ്റി, എങ്ങനെയാണോ ഒരു നിയമം അതുപോലെ തന്നെയുള്ളൊരു പ്രപഞ്ച നിയമമാണിത്. എല്ലാം ഊർജ്ജമാണ്, നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ ഒക്കെ. അപ്പോൾ ഈ ഊർജ്ജം എങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ ബോധപൂർവം ഉപയോഗിക്കാമെന്ന് പഠിക്കുന്നതിലാണ് യഥാർത്ഥ കാര്യം കിടക്കുന്നത്. പക്ഷേ ഈ ആകർഷണം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? സംഭവം സിമ്പിളാണ്. ഒരു റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്യുന്നതുപോലെ നമ്മുടെ ഉള്ളിലെ ഊർജ്ജം ട്യൂൺ ചെയ്യുന്നതിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. ഈ പുസ്തകം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ യഥാർത്ഥ ഫ്രീക്വൻസി എന്നത് വെറും ചിന്തകളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ വികാരങ്ങളാണ്. നിങ്ങൾക്കിപ്പോൾ ഞാൻ സന്തോഷവാനാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാം, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രീക്വൻസി ആ സങ്കടത്തിൻ്റേതായിരിക്കും. ഇതാണ് പലർക്കും മിസ്സായി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഉള്ളിൽ പേടിയും സംശയവും പോലുള്ള നെഗറ്റീവ് വികാരങ്ങൾ വെച്ചുകൊണ്ട് പുറമേ മാത്രം പോസിറ്റീവായി ചിന്തിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. രണ്ടും ഒന്നായി വരണം. അർജുൻ എന്ന ബിസിനസ്സുകാരനെ കഥ തന്നെ എടുക്കാം. അയാൾ എപ്പോഴും വലിയ വിജയത്തെക്കുറിച്ച് ചിന്തിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ബിസിനസ് ചെറുതാണ്, എനിക്കൊന്നും പറ്റില്ല എന്നൊരു പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ അവസരങ്ങളൊന്നും അയാളെ തേടി വന്നില്ല. എന്നാൽ എപ്പോഴാണോ അയാൾ തനിക്കുള്ള ചെറിയ നേട്ടങ്ങൾ പോലും നന്ദി പറയാൻ തുടങ്ങിയത്, അപ്പോൾ മുതൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അയാളുടെ ഉള്ളിലെ ഫീലിംഗ് മാറിയപ്പോൾ അവസരങ്ങൾ താനെ വഴി തുറന്നു വന്നു. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: എങ്ങനെ നമ്മുടെ ഫ്രീക്വൻസി ബോധപൂർവം മാറ്റാൻ സാധിക്കും? അതിനായി ഈ പുസ്തകം വളരെ പ്രായോഗികമായ, മാന്ത്രികമായ 3 വഴികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവ ഓരോന്നും എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാമെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ഇതാണ് ഭാവനയുടെ ശക്തി. ഒന്നാലോചിച്ചു നോക്കൂ. ഒരു നാരങ്ങയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും, അല്ലേ? നമ്മുടെ ശരീരത്തിന് ഭാവനയും യാഥാർത്ഥ്യവും തമ്മിൽ തിരിച്ചറിയാൻ വലിയ കഴിവൊന്നുമില്ല. അതുകൊണ്ടുതന്നെ മനസ്സിലൊരു കാര്യം വ്യക്തമായി കണ്ടാൽ ശരീരം അത് സത്യമാണെന്ന രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങും. രണ്ടാമത്തെ താക്കോൽ ഇതാണ്: നിങ്ങളുടെ ഭാവനയെ ശക്തമായ വികാരങ്ങൾ കൊണ്ട് നിറയ്ക്കണം. കാരണം വികാരമാണ് യഥാർത്ഥ ആകർഷണശക്തി, ആ മാഗ്നറ്റിക് ഫോഴ്സ്. അത് വെറുതെ ചിന്തിച്ചാൽ പോരാ, ഫീൽ ചെയ്യണം. ഇനി മൂന്നാമത്തേത് നന്ദി. ഇത് നിങ്ങളുടെ ഫ്രീക്വൻസിയെ ഇൻസ്റ്റന്റായി സമൃദ്ധിയിലേക്ക് മാറ്റുന്ന ഒന്നാണ്. നിങ്ങൾക്കുള്ള ഓരോ ചെറിയ കാര്യത്തിനും പ്രപഞ്ചത്തോട് നന്ദി പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നൽകാൻ പ്രപഞ്ചം തയ്യാറാകും. അതൊരു നിയമം പോലെയാണ്. ഇനി നമ്മൾ ഈ തത്വചിന്തയുടെ ഏറ്റവും ആഴത്തിലുള്ള ഭാഗത്തേക്ക് കടക്കുകയാണ്. അതായത്, വിട്ടുകൊടുക്കൽ എന്ന കലയിൽ എങ്ങനെ വൈദഗ്ധ്യം നേടാമെന്നതിനെക്കുറിച്ച്. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഭയത്തിൽ നിന്നും ഇല്ലായ്മയിൽ നിന്നുമാണ് പ്രവർത്തിക്കുന്നതെന്നാണ്. ഈ മുറുകെ പിടിക്കൽ നമുക്ക് വേണ്ടതിനെ സത്യത്തിൽ അകറ്റുകയാണ് ചെയ്യുന്നത്. വിട്ടുകൊടുക്കുക എന്നു പറഞ്ഞാൽ തോൽവി സമ്മതിക്കുക എന്നല്ല അർത്ഥം. അത് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തിയാണ്. പ്രപഞ്ചം നമുക്കനുകൂലമായി കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട് എന്ന പൂർണ്ണമായ വിശ്വാസത്തോടെ കാത്തിരിക്കുന്നതിനെയാണ് വിട്ടുകൊടുക്കൽ എന്ന് പറയുന്നത്. സമീറിന്റെ കഥ തന്നെ എടുക്കാം.
താൻ ഏറ്റവും ആഗ്രഹിച്ച ജോലി കിട്ടാതെ വന്നപ്പോൾ അയാൾ ആകെ തകർന്നുപോയി. അതായിരുന്നു തനിക്ക് പറ്റിയ ഏറ്റവും നല്ല ജോലിയെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. പക്ഷേ ആ നിരാശയെ വിട്ടുകളഞ്ഞപ്പോൾ കുറച്ചു നാളുകൾക്ക് ശേഷം അതിലും മികച്ച ശമ്പളവും സൗകര്യങ്ങളുമുള്ള മറ്റൊരവസരം അവനെ തേടിയെത്തി. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്, ചിലപ്പോൾ അടഞ്ഞ വാതിലുകൾ നമ്മളെ ശരിയായ വഴിയിലേക്ക് തിരിച്ചുവിടാനാണ്. അപ്പോൾ ഇതാണ് ഈ പുസ്തകത്തിലെ അവസാനത്തെ മന്ത്രം. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി പുറത്തല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ യോഗ്യരാകുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. ഇന്നു മുതൽ നിങ്ങൾ എന്തിൻ്റെങ്കിലും പിന്നാലെയുള്ള ഈ ഓട്ടം നിർത്തി പകരം അതിനെ ആകർഷിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള മാറ്റമായിരിക്കും സംഭവിക്കുക?